നമസ്കാരമുണ്ട്. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇപ്പം ഞങ്ങൾ കർണാടക മംഗലാപുരം പഞ്ചാല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഇത് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് മോഹിത് കവുങ്ങിൻ്റെ ഒരു തോട്ടാണ്. കാരണം ഒരു 2 വർഷം പ്രായമായിട്ടുള്ള കവുങ്ങിൻ്റെ തോട്ടാണ്. ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കാരണം ഇതിമ്പോൾ എന്താണ് വെള്ള പെയിൻ്റ് അടിച്ചിരിക്കുന്നത്, വെള്ള പെയിൻ്റ് അല്ല. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ഈ കവുങ്ങിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ വേനൽക്കാലത്ത് ചൂട് ഓവറായി കയറിയാൽ പട്ട മഞ്ഞപ്പ് വരും. അപ്പോൾ അതിന് കർഷകർ ഇവിടെ ചെയ്യുന്നൊരു പരിപാടിയാണ് കുമ്മായം തണ്ടിൽ പൂശി കൊടുക്കുക. കുമ്മായം തണ്ടിൽ പൂശി കൊടുക്കുക. കാരണം അടിക്കണം. കാരണം എന്നാലാണ് നമുക്കിത് കൂളായിട്ട് കിട്ടുള്ളൂ. കാരണം ഇത് ഈ കുമ്മായം അടിച്ച് കൊടുത്താലാണ് ഇതിന് ചൂട് കുറയുള്ളൂ. ചൂട് ഇവിടെ ഈ തണ്ട് മെയിനായിട്ട് ഈ ഭാഗമാണ് നമുക്ക് ഇതിൻ്റെ ചൂട് കുറയേണ്ടത്. അപ്പോഴാണ് ഇതിൻ്റെ പട്ട ശരിക്കും ആ ഒരു പച്ചപ്പിൽ നിലനിൽക്കുള്ളൂ. ഇതൊന്നും ചെയ്യാത്ത കവുങ്ങാണെങ്കിൽ പെട്ടെന്ന് ഇല മഞ്ഞപ്പാവും. അപ്പം അതിനാണ് ഈ ഇത് ചെയ്തു കൊടുക്കുന്നത്. ഇതൊരു ഇനിയിപ്പോൾ ഒരു എന്താ പറയുക, ഒരു കൊല്ലത്തിൻ്റെ താഴായിട്ട് ഇതൊക്കെ ഏകദേശം പൂക്കാനുള്ള സമയം തുടങ്ങും. അല്ലെങ്കിൽ ഫസ്റ്റ് ബാച്ച് ചിലപ്പോൾ കായ പിടിക്കും, അല്ലെങ്കിൽ സെക്കൻഡ് ബാച്ചിൽ കായ പിടിച്ചാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇത് ഏകദേശം കണ്ടമാനം ഏരിയ ഉണ്ട്. ഞാൻ മുഴുവനായിട്ടൊന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് ഞങ്ങളിങ്ങനെ ഇവിടെ ഒരാളൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് ഇതായതാണ്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ 2 കൊല്ലത്തിന് മുന്നേ തന്നെ ഇതൊക്കെ കാണുമ്പോഴാണ് സ്റ്റാർട്ടായി. ഇതൊന്നും കായ പിടിക്കൂല. സെക്കൻഡ് ബാച്ചിലൊക്കെ നമുക്ക് കവുങ്ങിൽ കായ പിടിക്കുള്ളൂ. ഇങ്ങനത്തെ കണ്ടു കഴിഞ്ഞിട്ട് ചിലവരിത് വലിച്ചിടും, പൊട്ടിച്ചിടും. അല്ലെങ്കിൽ അടുത്ത ബാച്ചിൽ ചിലപ്പോൾ ഇതിങ്ങനെ ഒന്നിട്ട് ഉണങ്ങിപ്പോവും. അപ്പോൾ ഇതിൻ്റെ കൃഷി രീതി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ, അതായത് 2.5 മീറ്റർ, ഈ ഒരു കവുങ്ങിൽ നിന്നൊരു കവുങ്ങിലേക്ക് 2.5 മീറ്റർ സ്പേസ് ഇട്ടിട്ടാണ് കവുങ്ങ് വരിയിൽ ലൈനിൽ ഓർഡറിൽ വെച്ചിട്ടുള്ളത്. അതുപോലെ ഈ കവുങ്ങിൽ നിന്നും ഇങ്ങോട്ട് ഏകദേശം ഒരു 3 മീറ്ററും പിടിച്ചിട്ടുണ്ട്. ഈ കവുങ്ങിൽ നിന്ന് ഈ കവുങ്ങിലേക്ക് 3 മീറ്ററും പിടിച്ചിട്ടുണ്ട്. അത് ഈ പട്ടയുടെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഒരു കവുങ്ങിൽ നിന്നൊരു കവുങ്ങിലേക്ക് പട്ട അടിച്ച് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അതിന് എന്തിനും അതിൻ്റെതായ ഒരു രീതിയുണ്ട്. കൃഷി നമ്മൾ കവുങ്ങ് കൃഷി ചെയ്യുകയാണെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു രീതിയുണ്ട്. പക്ഷെ ഇങ്ങനെ ചെയ്താൽ എന്താ വെച്ചാൽ ഒരുപാട് ഭാവിയിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ശരിക്ക് കവുങ്ങ് കൃഷി ചെയ്യേണ്ടത്. ശരിക്ക് എന്തെന്ന് വെച്ചാൽ അതുപോലെ ഇതിൽ മറ്റ് ഈ രോഗങ്ങൾ പട്ടയിലേക്ക് വരാതിരിക്കാൻ മറ്റു മാർഗങ്ങളുണ്ട്. അതൊക്കെ അതിൻ്റെതായ സമയത്ത് ചെയ്തു കൊടുക്കുക. കറക്റ്റ് വളപ്രയോഗം, ഈ ഒരു കുമ്മായ എടുക്കുന്ന പരിപാടിയൊക്കെ ആണെങ്കിൽ ഒരു 3-3.5 കൊല്ലം കൊണ്ട് നമ്മളെ കവുങ്ങ് നല്ല ഒരു വളർച്ച കിട്ടും ചെയ്യും. രോഗകീടങ്ങളിൽ നിന്ന് നമുക്കൊരു 90% നമുക്ക് മാറ്റിയെടുക്കാനും പറ്റും. ശരിക്കും പലരും കവുങ്ങ് വെക്കുന്നുണ്ട്. പക്ഷെ ഒരു യഥാർത്ഥ ഒരു പരിചരണ രീതിയിലൂടെ അല്ല നമ്മളെ കർഷകർ കവുങ്ങ് കൃഷി ചെയ്യുന്ന, എല്ലാവരും അല്ല, പലരും. അപ്പം ഈ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളെ നാട്ടിലും നല്ല രീതിയിൽ കവുങ്ങ് കൃഷി വിജയിപ്പിക്കുക, അല്ലെങ്കിൽ വിജയിക്കുകയും ചെയ്യും. കാരണം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള, ഞാൻ പല തോട്ടങ്ങൾ ഇപ്പോൾ ഞങ്ങൾ സന്ദർശിച്ച് വരികയാണ്, പല തോട്ടങ്ങൾ. കാരണം ഞങ്ങളെ ഇത് തോട്ടം സന്ദർശിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഇതിൻ്റെ വിത്തടക്ക ഞങ്ങൾ ഓൾ കേരള പല നഴ്സറിക്കാർക്കും ഞങ്ങൾ ഇത് സെയിൽ ചെയ്യുന്നുണ്ട്. അത് മോഹിത് നഗർ ആണെങ്കിലും ഇൻഡർസിമംഗള ആണെങ്കിലും ഒറിജിനൽ കാസർഗോഡ്, അങ്ങനെയുള്ള അടക്കകൾ ഞങ്ങൾ ഓൾ കേരള ഞങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾക്ക് നല്ല തോട്ടങ്ങൾ കാണണം. അവരെത്തുന്ന ഞങ്ങൾ ആ പാർട്ടിനായിട്ട് സംസാരിച്ചിട്ട് വിത്തടക്ക മേടിച്ചിട്ട് ഞങ്ങൾ ഓൾ കേരള ഞങ്ങൾ സെയിൽ ചെയ്യാം. അപ്പോൾ അതിന് ഞങ്ങൾ നല്ല നല്ല തോട്ടങ്ങൾ ഞങ്ങൾക്ക് കാണണം. കാരണം തോട്ടം നന്നാവുമ്പോഴാണ് അടക്കം നന്നാവുള്ളൂ, പ്രത്യേകിച്ച് വിത്തടക്കം നന്നാവുള്ളൂ. കാരണം അത് പെട്ടെന്ന് മുളക്കാനും ആ മുള നല്ല രീതിയിൽ പെട്ടെന്ന് തെയ്യായിട്ടും കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യം കവുങ്ങിൻ്റെ തോട്ടാണ് ഞങ്ങൾ സന്ദർശിക്കുന്നത്. അപ്പോൾ വിത്തടക്ക ഞങ്ങൾ നല്ല രീതിയിൽ സെയിൽ ചെയ്യുന്നുണ്ട്. ഓൾ കേരള ഞങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട്. ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ഒന്ന് വിളിക്കണമെങ്കിൽ വിളിക്കുക. നമ്മൾ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കുക. അപ്പോൾ ഇതാണ് ഈ ഒരു തോട്ടം ഞങ്ങൾ പരിചയപ്പെടുത്തി തരുന്നത്. നല്ലൊരു അടിപൊളി തോട്ടം കേട്ടോ, നല്ല പാകമുള്ളൊരു തോട്ടം. കാരണം അത്ര ആ ഒരു ഗ്യാപ്പുകൾ ഇട്ടിട്ടാണ് ഓരോരോ കവുങ്ങ് വെച്ചിട്ടുള്ളത്. അത്രയും നല്ല ഭംഗിയിൽ മനോഹരമായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ.